RoboPark is set to transform learning by making cutting-edge technologies like robotics and artificial intelligence accessible to all. Designed as an interactive theme park, it offers a unique experience for visitors aged 8 to 80, allowing them to explore, engage and learn in an exciting environment. Located in Ramavarmapuram, Thrissur and developed with the support of District Panchayat, India's first RoboPark is taking shape with world-class facilities. Simple ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഫോർ ടെക്നോളജി. ഈ പറയുന്ന ഡ്രോൺസിൻ്റെ ഏരിയയിലാണെങ്കിൽ അവർക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാം, ഒരു ഡ്രോൺ ടാക്സിയിൽ കയറിയിരിക്കാം. AI ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനറേറ്റീവ് AI വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ വിഷൻ ഒരു ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നത് തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ ഫോർമാറ്റിൽ മനസ്സിലാക്കാനായിട്ട് അവിടെ സാധിക്കും. Rahul and his co-founder Amut Raman of Inker Robotics envisioned RoboPark as a space where school students could engage in immersive learning experiences with emerging technologies. By structuring the content like a story, they made complex concepts easy to grasp, ultimately shaping the idea of technology tourism. At RoboPark, visitors can fly drones, ride in autonomous cars, and explore advanced technology with their families for up to 4 hours. This 360-degree tech space features interactive exhibits, a tech experience center, and games, all designed to be accessible and engaging for everyone. 10 മാസത്തിനുള്ള, അതായത് ഒരു ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ഫേസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പിലേക്ക് പോകുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാ ആളുകളും ഒരു 5 വയസ്സ് തൊട്ട് 90 വയസ്സ് വരെയുള്ള ഇറസ്പെക്റ്റീവ് ടു ഇൻഡസ്ട്രീസ് ആളുകൾക്ക് വേണ്ട സംവിധാനം ഇവിടെയുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് വന്ന് ഇതെല്ലാം കാണാം, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്ക് ഇവർക്ക് ഇതെല്ലാം വന്ന് കാണാം. അതേസമയം ഇതിൻ്റെ അക്കാദമിക് സൈഡുണ്ട്. ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന് ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. ഇനി സ്റ്റാർട്ടപ്പിന് ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതൊന്നുമല്ല, ഇതിൻ്റെ ബാക്കിൽ, പാർക്കിൻ്റെ ബാക്കിൽ എക്കോ ലാൻഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇവിടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം നമുക്ക് ട്രെയിനുകളും മ്യൂസിക് നൈറ്റ്സും പോട്രി അങ്ങനെ ഡിഫറെൻറ്റ് എല്ലാ തരം ആളുകൾക്കും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് നമ്മളിത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. RoboPark is taking shape on 10 acres of land allocated by the Thrissur District Panchayat. The project has gained significant traction with the support of the Kerala Startup Mission. Rahul adds that the state government is also extending strong backing to turn this vision into reality. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി മിനിസ്റ്റർ പി രാജീവ് സാറ് അദ്ദേഹത്തിൻ്റെ ടീമും ഇതിനകത്ത് KSIDCയിൽ നിന്നുള്ള ആളുകളും എന്താണ് ഫെസിലിറ്റീസ്, ഇപ്പോൾ ലാസ്റ്റ് വീക്ക് രാജീവ് മിനിസ്റ്റർ ടാറ്റ ചെയർമാനായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി KSIDCയിൽ നിന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്, നമുക്ക് പാർക്കായിട്ട് അവർക്ക് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാം. ഇമ്മീഡിയറ്റ്ലി പ്രപ്പോസൽ തരും. നമ്മൾ പ്രപ്പോസൽ തന്നു, അതിൻ്റെ ഫോളോ അപ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട്, വളരെ എന്താ പറയുക, ആ ഒരു വിഷനോട് കൂടിയിട്ട് ഇപ്പോൾ ഈ ഒരു പാർക്ക്, ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ തൃശ്ശൂർ ടൗണിൽ വരികയാണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അതേ പാഷനിൽ തന്നെയാണ് സ്റ്റാർട്ടപ്പ് മിഷനും ഇപ്പോൾ രാജീവ് മിനിസ്റ്റർ ആണെങ്കിലും ബാക്കിയുള്ളവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. RoboPark aims to become a center of excellence in future technologies, providing world-class training and support in AI, robotics and machine learning. It will serve BTech students, corporate professionals and industry experts seeking to enhance their skills and stay ahead in the tech landscape. ഈ ഒരു പാർക്ക് 25 എൻഡോടുകൂടെ സ്റ്റാർട്ട് ചെയ്യും. 26 മാർച്ചിന് മുമ്പ് അടുത്ത 2 പാർക്കിൻ്റെ ലാൻഡിൻ്റെ സൈനിങ് തീർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ടൈം ലൈൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 പാർക്കുകൾ ഇന്ത്യയിൽ, ചെറിയ പാർക്കുകൾ ഒരു 3-4 എണ്ണം വേറെ സ്റ്റേറ്റ്സിൽ ചെയ്യണം. ദെൻ മിഡിൽ ഈസ്റ്റ് പാർക്കുകൾ, ഇങ്ങനെ ഒരു 5 ഇയേഴ്സിന് കുറച്ച് ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. Rahul believes Kerala is well prepared to support technology-driven ventures. He emphasizes that launching a new tech initiative, especially one without a prior model, requires a clear vision and strong determination from entrepreneurs. ഒരു കർഷകനായിക്കോട്ടെ, ഒരു ടീച്ചറായിക്കോട്ടെ, ഒരു ഡോക്ടറായിക്കോട്ടെ, ഒരു ലോയർ ആയിക്കോട്ടെ, ഈ എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിനെ പറ്റിയിട്ടുള്ള അവബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ അവബോധം ഉണ്ടാവാനാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനൊരു എക്കോസിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. Rahul emphasizes that technological advancement are inevitable across all sectors. Stay informed about the emerging trends and find ways to adapt and grow with them.